നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ടെൽ അവീവിലേക്ക്, അതായത് ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരത്തിലേക്ക് ഭീകര മിസൈലുകൾ തൊടുത്തുവിട്ട് ഹിസ്ബുള്ള 15-ലധികം റോക്കറ്റുകൾ പാഞ്ഞെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ഇത് വന്ന് പതിക്കുകയും കെട്ടിടത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടും നിലവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇത്രയും നാൾ പ്രതിരോധ കോട്ടയായി പ്രതിരോധ കവചം തീർത്ത അയൺ ഡോമും ആരോ സംവിധാനവും ഡേവിഡ് സ്ലിങ്ങുമൊക്കെ എന്ത് സംഭവിച്ചു? അതിന് എവിടെയാണ് പിഴച്ചത്? എങ്ങനെയാണ് ഇസ്രയേലിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ആക്രമണം നടത്താൻ സാധിച്ചത്? ഈ ചോദ്യങ്ങൾ തന്നെയാണ് അവശേഷിക്കുന്നത്. ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാന നഗരമാണ് ടെൽ അവീവ് എന്ന് പറയുന്നത്. എല്ലാ മാർക്കറ്റും എല്ലാ വ്യാപാര വിപണന കേന്ദ്രങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ടെൽ അവീവിലേക്ക്. ഒപ്പം തന്നെ പ്രധാന ഇൻ്റലിജൻസ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല. അവിടേക്കാണ് ഹിസ്ബുള്ളയുടെ ഒരു റോക്കറ്റ് ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ജെറുസലേം പോസ്റ്റും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇസ്രയേലും പറയുന്നതനുസരിച്ച് ചൊവ്വാഴ്ച ദിവസം രാവിലെ മധ്യ ഇസ്രയേലിൽ ഉടനീളം റോക്കറ്റ് ആക്രമണം നടത്താനായി ഹിസ്ബുള്ള ശ്രമം നടത്തി. ഇതിനുശേഷം അപായ സൈറണുകൾ മുഴക്കി ഹെസ്ലിയ, നെതന്യ തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടെ 5ഓളം റോക്കറ്റുകൾ ലെബനിൽ നിന്നും ഇസ്രയേലിൻ്റെ മേഖലയിലേക്ക് കടന്നുവെന്ന് IDF നിരീക്ഷിച്ചു. ടെൽ അവീവിലെ ഒരു പടുകൂറ്റൻ മാളിന് സമീപത്താണ് ഈ റോക്കറ്റ് വന്ന് പതിച്ചത്. അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്നു. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ വലിയ, ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു മേഖലയിലാണ്. അതുകൂടാതെ ഏറ്റവും അധികം ആളുകൾ തടിച്ചുകൂടുന്ന പ്രദേശത്തെ ഒരു വലിയ മാളിന് സമീപത്താണ് ഈ റോക്കറ്റ് വന്ന് വീണത്. മാളിന് സമീപത്ത് നിന്നും വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്നു എന്ന കാര്യം വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഇസ്രയേലിൻ്റെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയതും നാണക്കേട് സൃഷ്ടിച്ചിരിക്കുന്നതും. എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുള്ള കാര്യം നിലവിൽ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് അവർക്കുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ നേട്ടമായി തന്നെ അവർ ഇതിനോടകം തന്നെ ഇതിനെ ആഘോഷിക്കുന്നുണ്ട്. ആളപായം ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ പ്രതിരോധ കോട്ട തകർത്തുകൊണ്ട് അല്ലെങ്കിൽ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തങ്ങളുടെ മിസൈലുകൾക്ക് കടക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം മാത്രമാണ് ഇതിൽ ഹിസ്ബുള്ളയ്ക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. ലെബനിൽ നിന്നും ഇസ്രയേലിലേക്ക് 10ഓളം റോക്കറ്റുകൾ കടന്നു വന്നുവെന്ന് IDF തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പർ ഗലീലയിലും സൈറനുകൾ ട്രിഗർ ചെയ്യപ്പെട്ടതായി IDF തന്നെ പറയുന്നുണ്ട്. റഡാർ സംവിധാനങ്ങൾ കൃത്യമായ റോക്കറ്റുകളെ നിരീക്ഷിച്ച് മിസൈൽ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതിന് മുന്നറിയിപ്പായി അപായ സൈറനുകൾ ഇങ്ങനെ നഗരപ്രദേശങ്ങളിൽ മുഴങ്ങുന്നത്. ജനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് ഓടി ഒളിച്ചതായും റിപ്പോർട്ടുണ്ട്. ചില റോക്കറ്റുകൾ തടയാനായി സാധിച്ചു വ്യോമ മേഖലയിൽ വെച്ച് തന്നെ. ബാക്കിയുള്ളവ കണ്ണുവെട്ടിച്ച് തുറസായ മേഖലകളിൽ വന്ന് പതിച്ചുവെന്നാണ് റിപ്പോർട്ട്. ലെബനിൽ നിന്നും അപ്പർ വെസ്റ്റേൺ ഗലീലയിലേക്ക് ഏകദേശം 25 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. രാവിലെ 9:50 മറ്റ് സൈറനുകളും മുഴങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈന്യമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഉടൻ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തിരച്ചിൽ നടത്തിയെന്നാണ് മാഗൻ ഡേവിഡ് അഡോം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥൻ യുണൈറ്റഡ് ഹഡ്സ്ല റെസ്ക്യൂ സർവീസിൽ നിന്നുള്ള റെസ്പോൺസ് ടീമുകളും ഈ അപകടം തിരിച്ചറിഞ്ഞ് വളരെ വേഗത്തിൽ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആശങ്കകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മറ്റൊരു വസ്തുതയെന്ന് പറയുന്നത് ഇറാന് നൽകിയ ഇസ്രയേലിൻ്റെ വലിയൊരു കടന്നാക്രമണം. അതിൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആയുധപുര, ആണവായുധ പരീക്ഷണ കേന്ദ്രം രഹസ്യമായി കാത്തുസൂക്ഷിച്ചിരുന്നത് ഇസ്രയേലിന് തകർക്കാൻ കഴിഞ്ഞു എന്ന വാർത്തയായിരുന്നു, റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത്. ഒരുപക്ഷെ അതിനുള്ള ഒരു പ്രതികാര നടപടിയായി തന്നെ ആയിരിക്കണം ഹിസ്ബുള്ളയെ ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ടെഹ്റാനിലെ പാർച്ചിനിൽ പ്രവർത്തിച്ച ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥർ തുറന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ഇൻസൈഡും റിപ്പോർട്ട് ചെയ്തായിരുന്നു. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിസ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് വലിയ നാശനഷ്ടമുണ്ടായി എന്നാണ് നിലവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാൻ്റെ എല്ലാവിധ ശ്രമങ്ങളെയും മുളയിലെ നുള്ളിക്കളയുന്ന ഒരു നീക്കമായിരുന്നു ഇസ്രയേലിൻ്റെ ഈ വ്യോമാക്രമണം. ഇത് വലിയ തിരിച്ചടിയായി മാറിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ 26 ഇസ്രയേൽ നടത്തിയ തിരിച്ചടി പ്രത്യാക്രമണത്തിലൂടെയാണ് ഈ രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രത്തെ തകർത്ത് എറിഞ്ഞതും. ഈ ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇതൊക്കെ പാടെ നശിച്ചുപോയി എന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇറാൻ ഇനി തിരികെ എത്താനായി വീണ്ടും ഗവേഷണം നടത്തിയെത്താൻ
ഏറെക്കാലം പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരുമെന്നും ഇതിന് പിന്നാലെ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം മറുഭാഗത്ത് ഇസ്രയേലിനെതിരായിട്ടുള്ള ആരോപണങ്ങളും കടുക്കുന്നുണ്ട്. ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന 109 ട്രക്കുകളെ കൊള്ളയടിച്ചുവെന്ന ഒരു റിപ്പോർട്ട് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്കിംഗ് ഏജൻസി ഫോർ പലസ്തീൻ റെഫ്യൂജീസ് ആരോപിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും മോശം സംഭവമായി ഇതിനെ UN ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു. തെക്കൻ മധ്യ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്ന സമയത്തുള്ള വലിയ വെല്ലുവിളികൾ അതുതന്നെയാണ് നിലവിൽ UN ഏജൻസി എടുത്തു പറയുന്നത്. UNRWയും വേൾഡ് ഫുഡ് പ്രോഗ്രാമും ചേർന്നുകൊണ്ട് നൽകുന്ന ഭക്ഷണവും വഹിച്ചുള്ള വാഹന വ്യൂഹത്തിന് നേരെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. എന്നാൽ ആക്രമണം ആരാണ് നടത്തിയത് എന്ന് അറിയാൻ കഴിയുന്നില്ല. ഇത് പൂർണ്ണമായും ഇസ്രയേലിൻ്റെ തലയിൽ കെട്ടിവെക്കാനും സാധിക്കില്ല. ഒരുപക്ഷെ അഭയാർത്ഥികൾ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ഭീകരവാദികളായിരിക്കാമെന്നുള്ള അഭ്യൂഹവും നിലവിൽ പടരുന്നുണ്ട്. തീരദേശ എൻക്ലേവിലേക്ക് ആവശ്യത്തിനുള്ള സഹായം എത്തുന്നുണ്ടെന്ന് തങ്ങൾ ഉറപ്പുവരുത്തുന്നു. മാനുഷിക സഹായം എത്തിക്കുന്നതിനെ ആരും തന്നെ തടയുന്നില്ല എന്ന് ഇസ്രയേൽ ഇതിന് പിന്നാലെ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ നീക്കം ഇത് ഇസ്രയേലിൻ്റെ അറിവോടുകൂടിയല്ല എന്നാണ് ഇസ്രയേലും വ്യക്തമാക്കുന്നത്. ഗാസയിലേക്കുള്ള സഹായങ്ങൾ കുറയുകയാണെന്ന് UN ഏജൻസി നിലവിൽ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജബലിയ, ബെയ്സ് ഹനൂൻ, ബെയ്സ് ലഹരിയ എന്നിവിടങ്ങളിലേക്കൊക്കെ ഒരു മാസത്തിലധികമായി ഭക്ഷണം കൊണ്ടുപോകാൻ പോലും അനുവാദം കിട്ടുന്നില്ല എന്നും ഗാസ മുനമ്പിൽ നിന്നും തെക്കൻ മധ്യ ഗാസ ഒറ്റപ്പെട്ടു മാറിയിരിക്കുന്നുവെന്നു കൂടിയാണ് UN ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തിനടുത്ത ആളുകളാണ് ഗാസയിലുള്ളതായി, അഭയാർത്ഥികളായുള്ളതായി കണക്ക് സൂചിപ്പിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. സംഘർഷം തുടങ്ങി ഇന്ന് വരെ ഏകദേശം 44,000-ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 1,200-ഓളം വരുന്ന ഇസ്രയേലികളും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.